നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊട്ടിവീണ വൈദ്യുതി കമ്പി കഴുത്തിൽ കുരുങ്ങി അധ്യാപികയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ക്രൈസ്തവ ദേവാലയങ്ങൾ ഒരുങ്ങി. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ തൊടുപുഴ ഇൻഷുറൻസ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ഇൻഷുറൻസ് പ്രീമിയം നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. മുതലക്കോളം പഴുക്കാകുളം ഭാഗത്ത് വോൾട്ടേജ് ക്ഷാമം രൂക്ഷം. പഴുക്കാകുളം കാഞ്ഞിരമ്പാറ ഭാഗത്താണ് വോൾട്ടേജ് ലഭിക്കാത്തത്. മരുന്നുവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AIYF നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. പൊട്ടിവീണ വൈദ്യുതി കമ്പി കഴുത്തിൽ കുരുങ്ങി അധ്യാപികയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അന്വേഷണം ആരംഭിച്ചു. മുതലക്കോടത്ത് വൈദ്യുതി കമ്പി പൊട്ടിവീഴാൻ ഇടയായതിന് പിന്നിൽ സുരക്ഷാ വീഴ്ചയാണോ എന്നാണ് പരിശോധിക്കുന്നത്. ജില്ലയിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് ജോലി കഴിഞ്ഞ് മുതലക്കോടത്തു നിന്നും മകളുടെയൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബേബി റോയിയുടെ കഴുത്തിലാണ് വൈദ്യുതി കമ്പി ചുറ്റി പരിക്കേറ്റത്. വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണിക്കിടെ വൈദ്യുതി കമ്പി ബേബിയുടെ കഴുത്തിൽ ചുറ്റുകയായിരുന്നു. പരിക്കേറ്റ ബേബിയെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മുതലക്കോടം പഴുക്കാകുളം റോഡിലെ സാപ്പിയൻസ കവലയിലായിരുന്നു അപകടം. മകൾ 5 ഓടിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു ബേബി. വൈദ്യുത കമ്പി പൊട്ടിവരുന്നത് കണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ താൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നുവെന്ന് ബേബി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ പൊട്ടി അങ്ങ് വീഴുകയും ഇങ്ങനെ കഴുത്തിൻ്റെ ഇതിലെ ഇങ്ങനെ ചുറ്റി അതിൽ ചുറ്റി ഞാനിങ്ങനെ റോഡിലേക്ക് തെറിച്ച് വീണ് പരിക്കുകൾ പറ്റി. റോഡിൽ പെട്ടെന്ന് തെറിച്ച് വീണ ഉടനെ തന്നെ ഓട്ടോറിക്ഷ ഒരെണ്ണം വന്നു. അത് മുതലക്കോടത്തുള്ള ഒരു ഓട്ടോറിക്ഷ തന്നെയായിരുന്നു. അതിനകത്ത് 2 പേരുണ്ടായിരുന്നു, 2 ലേഡീസ്. അവർ പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഓട്ടോറിക്ഷ ഡ്രൈവറും ഇറങ്ങി വന്നു. പെട്ടെന്ന് തന്നെ ഓട്ടോയിലേക്ക് തന്നെ കയറ്റി അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപകടം നടന്ന ദിവസം 11 kV ലൈനിൽ തടുന്ന മരച്ചില്ലകൾ വെട്ടുന്നതിനായി ലൈനുകൾ ഓഫാക്കിയിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. സാധാരണ പോലെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നുവെങ്കിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമായേനെ. മുതലക്കടം കുന്നക്കടം ഭാഗത്ത് ചേച്ചി വണ്ടിക്ക് വന്ന് ഇങ്ങനെ വീഴുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ തൊട്ട് മുമ്പിലാണ് വീണത്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ മോള് പിടിച്ച് എണീപ്പിക്കുന്നത് കണ്ടു. ഞാനവിടെ കൂടി ഏൽപ്പിച്ച് അപ്പം തന്നെ അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലൈൻ കമ്പി പൊട്ടിക്കിടപ്പുണ്ട്. അവരുടെ ഏകദേശം അവരുടെ വരും മേത്ത് ചാടി തൊട്ടടുത്ത് ചേർന്ന് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ലൈനെ തട്ടി അവരെന്നോട് ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ലൈനെ തട്ടിയാണ് വീണത്, ഇങ്ങനെ ലൈൻ പൊട്ടി മേത്തേക്ക് ചാടി ഇങ്ങനെ വീണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ അപ്പോൾ തന്നെ KSCയിലേക്ക് വിളിച്ചു പറയുകയും അവിടുന്ന് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ കമ്പി എടുത്ത് മാറ്റി വേറൊരു വണ്ടിക്കാരൻ വന്നു. ഞാനും കൂടി പോസ്റ്റർ കെട്ടി KSCയിലേക്ക് വിളിച്ചു പറഞ്ഞു. പിന്നെ അപ്പോൾ തന്നെ ചേച്ചിനെ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ലൈനുകൾ ഇത്തരത്തിൽ പൊട്ടി വീഴുമ്പോഴും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് നടപടിയെടുക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ലൈനുകളാണ് ജില്ലയിൽ കൂടുതലുമുള്ളത്. ഇത് കൃത്യമായി പരിശോധിക്കുന്നതിനും തകരാറുള്ളവ പരിഹരിക്കുന്നതിനും നടപടിയെടുക്കുന്നുണ്ട്. പലയിടത്തും വൈദ്യുത ലൈനുകൾ താഴ്ന്നു കിടക്കുന്നതിനാൽ അപകടം പെരുകുകയാണ്. തലയ്ക്ക് മുകളിൽ അപകടം പതിയിരിക്കുമ്പോഴും അധികാരികൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാറില്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 1ഉം 6ഉം വാർഡുകളിൽപ്പെട്ട മനക്കപ്പാടം ഹരിജൻ കോളനി റോഡിലെ പുതിയ ടാറിംഗ് ഇളകി നശിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 1600 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും 30 കൊല്ലം പഴക്കവുമുള്ള കരിമണ്ണൂർ മനക്കപ്പാടം ഹരിജൻ കോളനി നെയ്യശ്ശേരി റോഡിൽ പുതുതായി ടാറിംഗ് നടത്തിയത് 1 മാസം മുമ്പായിരുന്നു. ടാറിംഗ് നടത്തിയതിന് പിറ്റേന്ന് തന്നെ ടാർ ചെയ്ത റോഡിന് നടുവിൽ കാട്ടുചേമ്പും പുല്ലും പാഴ്ചെടികളും വളർന്നു തുടങ്ങിയതായി നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു. റോഡ് കയറ്റിയതാണ്, പഞ്ചായത്ത് റോഡായത്. ആർക്കും തടയാണ്ട കാര്യമില്ല. അവർ വന്നു ഇത് കൊണ്ടുവന്ന് ക്രെയിൻ കൊണ്ടുവന്ന് ലോഡ് കയറ്റിയതാണ്. നന്നായി കിടക്കണമെങ്കിൽ ഈ കാന ഇവിടെ മുതൽ കരോട്ട് വരെ
കെട്ടിവിട്ടാലേ ഉള്ളൂ ഈ റോഡായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് റോഡ് നന്നാക്കി കിട്ടുന്നത് ഒത്തിരി 1 മാസം കഷ്ടി എങ്ങാണ്ട് ആയുള്ളൂ. അപ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് ഇത് തടി കയറ്റാൻ വന്നുള്ളൂ. അപ്പോഴത്തേക്കും റോഡ് മുഴുവനും പോയി. കൂടാതെ ടാറിംഗ് നടത്തിയ റോഡിന്റെ മെറ്റൽ ഭാഗം ടാറോട് കൂടി ഇളകുന്നതായും അടർന്നു മാറുന്നതായും നാട്ടുകാർ ആരോപിച്ചു. 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ റോഡിന്റെ നെയ്യശ്ശേരി ഭാഗവും കരിമണൂർ ഭാഗവും നേരത്തെ ടാറിംഗ് നടത്തിയിരുന്നതാണ്. എന്നാൽ മലക്കപ്പടി കോളനി ഭാഗത്ത് ടാറിംഗ് ഈയിടെയാണ് പൂർത്തിയായത്. ടാറിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ റോഡ് തകർന്നു തുടങ്ങിയതിനെതിരെ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ക്രൈസ്തവ ദേവാലയങ്ങൾ ഒരുങ്ങി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. വലിയ നോമ്പിലെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് പള്ളികൾ ഒരുങ്ങി. യേശുവിന്റെ പീഡാനുഭവങ്ങളും ഉത്ഥാനവും അനുസ്മരിപ്പിക്കുന്ന പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പുഞായർ എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ ദേവാലയങ്ങളിലും വീടുകളിലും പൂർത്തിയായി. വ്യാഴാഴ്ച കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കും. പരസ്പരം സ്നേഹിക്കണമെന്നതിന് ഉദാത്ത മാതൃകയായി യേശുക്രിസ്തു സ്വന്തം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് കാൽക്കഴുകൽ ശുശ്രൂഷ ആചരിക്കുന്നത്. ഇടവക വികാരിമാർ കുർബാന മധ്യേ 12 പേരുടെ കാലുകൾ കഴുകി ചുംബിക്കും. ആദ്യ കുർബാന സ്വീകരിച്ച അൾത്താര ബാലന്മാരുടെയോ ഇടവകയിലെ പ്രായം ചെന്ന കുടുംബനാഥന്മാരുടെയോ കാലുകളാണ് കഴുകുന്നത്. വിനയത്തിന്റെ മാതൃക പകർന്നു നൽകാനാണ് ഇടവക വികാരിമാർ 12 പേരുടെ കാലുകൾ ഇടവക ജനത്തിന് മുൻപിൽ വെച്ച് കഴുകി ചുംബിക്കുന്നത്. പുളിക്കാത്ത അപ്പത്തിന്റെ തിരുനാൾ കൂടിയാണ് വ്യാഴാഴ്ച പെസഹ ദിനത്തിൽ ആചരിക്കുന്നത്. എല്ലാ വീടുകളിലും പുളിക്കാത്ത മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കും. ഓശാന ഞായറാഴ്ച ലഭിച്ച കുരുത്തോല, കുരിശാകൃതിയിൽ വെച്ച കുരിശപ്പവും അരിപ്പൊടിയിൽ ഉഴുന്നും വെളുത്തുള്ളിയും ചേർത്തുണ്ടാക്കുന്ന ഇൻട്രിയപ്പവും ഉണ്ടാക്കും. കല്ലിൽ ചുട്ടെടുക്കുന്നതും അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതും തുടങ്ങി പല സ്ഥലങ്ങളിലും പല രുചികളിലായാണ് പെസഹ അപ്പം തയ്യാറാക്കുന്നത്. പെസഹ വ്യാഴാഴ്ച എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കുരിശുറൊട്ടി. സാധാരണഗതിയിൽ വ്യാഴാഴ്ചയാണ് ഏറ്റവും കൂടുതൽ സെയിൽ. ഇന്ന് മുതൽ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ചേരുവകൾ എന്ന് പറഞ്ഞാൽ മൈദ, സാധാരണ ബ്രെഡിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇതിലും ചേർന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ കുരിശോല കൊണ്ട് കുരിശ് രൂപം വയ്ക്കുന്നതാണ്. തേങ്ങാപ്പാലും ശർക്കരയും ചുക്കും ചേർത്തുണ്ടാക്കുന്ന പെസഹാപ്പാലും അപ്പത്തിനൊപ്പം വിളമ്പും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബനാഥന്മാരാണ് അപ്പം മുറിക്കുന്നത്. അന്നേ ദിവസം പാനവായനയും വീടുകളിലുണ്ടാകും. കുടുംബ യൂണിറ്റുകളിലും കൂട്ടുകുടുംബങ്ങളിലും പങ്കുവയ്ക്കലിന്റെ പ്രതീകമായി കൂട്ടമായാണ് പെസഹ ആചരിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ദേവാലയങ്ങളിൽ പീഡാനുഭവ ചരിത്ര വായനയും കുരിശിന്റെ വഴിയും നടക്കും. വാഗമൺ കുരിശുമല, തുമ്പിച്ചി കുരിശുമല തുടങ്ങിയ ഇടങ്ങളിലേക്ക് കുരിശും പിടിച്ച് വിശ്വാസികൾ പരിഹാര പ്രതിഷ്ഠ നടത്തും. യേശു ഗാഗുൽത്താമലയിലേക്ക് കുരിശും വഹിച്ച് നടത്തിയ അന്ത്യയാത്രയുടെ ഓർമ്മ പുതുക്കലായാണ് കുരിശിന്റെ വഴി. ഞായറാഴ്ച പുലർച്ചെ മുതൽ ദേവാലയങ്ങളിൽ ഉയർപ്പു ഞായർ തിരുക്കർമ്മങ്ങൾ ആചരിക്കും. വെള്ളിയാഴ്ച രാവിലെ 7:30 മൂലമറ്റം ഫെറോനയിൽപ്പെട്ട വിവിധ പള്ളികളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ അറക്കുളം അശോകക്കവലയിൽ നിന്ന് ഭക്തി നിർഭരമായ കുരിശിന്റെ വഴി സംഘടിപ്പിക്കും. 10:30 തുമ്പച്ചിമലയിൽ സമാപന പ്രാർത്ഥനയും നടക്കും. വിമലഗിരി, ചക്കിക്കാവ്, കാർമൽ മോണ്ട് കുരിശുമലയിലേക്ക് രാവിലെ 10 മണിക്ക് ആഘോഷമായ കുരിശിന്റെ വഴി ആരംഭിക്കും. കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ വ്യാഴാഴ്ച 6:30 വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും. മുതലക്കോടം പഴുക്കാകുളം ഭാഗത്ത് വോൾട്ടേജ് ക്ഷാമം രൂക്ഷം. പഴുക്കാകുളം കാഞ്ഞിരമ്പാറ ഭാഗത്താണ് വോൾട്ടേജ് ലഭിക്കാത്തത്. വോൾട്ടേജ് ഇല്ലാത്തതിനാൽ വീടുകളിലെ വൈദ്യുത ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാറില്ല. വഴിവിളക്കുകളും തെളിയാറില്ല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ രാത്രിയായാൽ വഴിവിളക്കുകൾ പോലും തെളിയാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വോൾട്ടേജ് ഇല്ലാത്തതിനെക്കുറിച്ച് KECBയിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും വെള്ളം അടിക്കുവാൻ പോലും സാധിക്കുന്നില്ലെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ ഈ ഏരിയയിൽ വോൾട്ടേജ് വളരെ കുറവാണ്. ഞങ്ങൾക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ വെള്ളം അടിക്കാൻ, മോട്ടർ അടിക്കാനോ അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള വോൾട്ടേജ് പോലും കിട്ടാറില്ല. ഞങ്ങൾ പല പ്രാവശ്യം അധികൃതരോട് ഇതിനെപ്പറ്റി പരാതിപ്പെട്ടിട്ടും പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഫോൺ ചെയ്തെടുക്കില്ല. കറണ്ട് ഇല്ലെങ്കിൽ മിക്കവാറും ദിവസം കറണ്ട് ഉണ്ടാവാറില്ലെങ്കിൽ തന്നെ ഫോൺ ചെയ്ത് അവർ എടുക്കാറില്ല ഒരിക്കലും. ഒത്തിരി പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ 3 ഫേസിന് കംപ്ലയിൻറ്റ് കൊടുക്കുക, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവരോടൊന്ന് പറയണത്. കൗൺസിലറോട് ഞങ്ങൾ കുറേ പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർ അവിടെ ചെന്ന് പറഞ്ഞിട്ടും അവർ ആക്ഷൻ കൊടുക്കുന്നില്ല എന്ന് കൗൺസിലർ പറയണേ. വോൾട്ടേജ് പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ KECB ഓഫീസിന് മുന്നിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ സാജു പോൾ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ ഏറ്റവും വികസനം കുറഞ്ഞ പ്രദേശമായ പഴുക്കാളം പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് വോൾട്ടേജ് ഒട്ടും തന്നെ ഉണ്ടാകാറില്ല.
അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ കാര്യത്തിൽ അനാസ്ഥയാണ്. എപ്പോൾ പറഞ്ഞാലും 2 ദിവസത്തിനകം വോൾട്ടേജ് എത്തും, യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് നമ്മളെ അറിയിക്കുകയും നമ്മളത് കേട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് പരാതിപ്പെടാനൊന്നും സാധിക്കാത്തതുകൊണ്ടല്ല, ഈ നാട്ടിലെ ഈ ഉദ്യോഗസ്ഥരവർ വീടുകളിൽ നിന്ന് വരുന്നതാണെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കണം, ഈ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കൂടാതെ ഈ ഭാഗത്ത് റോഡരികിൽ ഇലക്ട്രിസിറ്റിക്ക് പോസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട്. തൊടുപുഴ കാഞ്ഞിരമറ്റം ഭാഗത്തു നിന്നും കൊണ്ടുവന്ന 50ഓളം പോസ്റ്റുകളാണ് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ പോസ്റ്റുകൾ എത്രയും വേഗം ഇവിടെ നിന്നും മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ കുറേ പോസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുക. ഞങ്ങൾക്ക് വഴി നടക്കാൻ പോലും വഴിയില്ലാത്ത രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുക, അതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് കടന്നു പോകാനായിട്ട് വണ്ടി വരുമ്പോൾ അതിങ്ങനെ കുറേ നാളായി ഇങ്ങനെ കൂട്ടിയിട്ട് എന്ത് കാര്യത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണെന്ന് ഒരു പിടിപാടുമില്ല. ഇത് തൊടുപുഴ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്, അത്ര അറിയാവുള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സാധനമാണല്ലോ, എവിടെന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഉപ്പുകുന്ന് കോസ്മിക് യോഗ ഫൗണ്ടേഷനെതിരെ ചില സംഘടനകൾ ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പീഡനക്കേസിൽ അറസ്റ്റിലായ സിദ്ധൻ PB രാജുവിനെ കോസ്മിക് യോഗ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷവും ഫൗണ്ടേഷന്റെ പ്രവർത്തനം തടയാൻ ചിലർ ശ്രമിക്കുന്നതായി ഇവർ ആരോപിച്ചു. കോസ്മിക് യോഗ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ, ഉപ്പുകുന്ന്, എറണാകുളം, പാലാ, പൂയംകുട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പാലാ സ്വദേശിയായ ശ്രീ PB രാജു എന്നയാളുടെ നേതൃത്വത്തിൽ യോഗ മെഡിറ്റേഷൻ കേന്ദ്രങ്ങൾ നടത്തി വന്നിരുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായി യോഗ നടത്തുകയും മേൽപ്പടി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പ്രകൃതി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. എന്നാൽ 2014 ഡിസംബർ 19 യോഗ ക്ലാസ്സിൽ പങ്കെടുത്തു വന്നിരുന്ന ഒരു വനിത മേൽപ്പടി PB രാജുവിൻ്റെ സ്വഭാവ ദൂഷ്യത്തിനെതിരെ പരാതി നൽകുകയും അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകിയിരുന്ന ശ്രീ PB രാജുവിനെ മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതിനും ഈ വിവരം ടിയാനെയും കുടുംബാംഗങ്ങളെയും നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സിദ്ധനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇയാളെ ട്രസ്റ്റിന്റെ യോഗ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇവിടെ നടന്നുവരുന്ന യോഗ ക്ലാസ് തുടരുന്നതിന് നിയമസംരക്ഷണം ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാവണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സെക്രട്ടറി VN രാമചന്ദ്രൻ, ട്രഷറർ AK രാമചന്ദ്രൻ, MK വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിന്റെ 103ാമത് വാർഷികം നടത്തി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ പ്രശസ്ത കവി ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഇത്രത്തോളം എത്തി. അന്ന് സ്കൂളിൽ കുറേ കൗതുകങ്ങളുണ്ടായി. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആ കൗതുകങ്ങളുണ്ടോന്ന് അറിയില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാനൊരു രോഗത്തിന്റെ പേര് ബോർഡിൽ എഴുതാൻ പോകുക. രോഗത്തിന്റെ പേര് ബോർഡിൽ എഴുതാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ഏറ്റവും മുന്നിലൊക്കെ ബെഞ്ചിലിരിക്കുന്നത് ഞാനൊക്കെ ആന്റണിയുടെ പേരായത് കാരണം എവിടെ ചെന്നാൽ ഏറ്റവും മുന്നിലത്തെ ബെഞ്ചിലിരിക്കണം. ആൽഫബറ്റിക് ഓർഡറിൽ A ആണ് പേരിന്റെ ആദ്യത്തെ അക്ഷരം. അപ്പൊ സാറിങ്ങനെ ബോർഡിൽ എഴുതി. ഒരു വശത്ത് എഴുതിയിട്ട് മറ്റേ വശത്ത് എഴുതിയിട്ടും തീരാത്തത് കൊണ്ട് താഴെ കൂടി എഴുതിയപ്പോഴാണ് സാർ ആ വാക്ക് മൊത്തം എഴുതി തീർന്നത്. സാർ എന്നിട്ട് വായിച്ചു. ഞാൻ 3-4 മാസം കഴിഞ്ഞാൽ അത് കാണാതെ പഠിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ജെർലി റോബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ആന്റണി ഉപഹാര സമർപ്പണം നടത്തി. വിരമിക്കുന്ന അധ്യാപകരായ K ബാലനെയും PS സുബൈദ ടീച്ചറെയും ചടങ്ങിൽ ആദരിച്ചു. വണ്ടമറ്റം സഹകരണ ബാങ്ക് പ്രസിഡന്റ് CV ജോർജ്, സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജിയോ ചെമ്പരത്തി, PTA പ്രസിഡന്റ് വർഗീസ് തോമസ്, MPTA പ്രസിഡന്റ് ശ്രീരേഖ ദാസ്, സ്കൂൾ ലീഡർ സെലിൻ സെബാസ്റ്റ്യൻ, BS ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ VP പുരുഷോത്തമൻ സ്വാഗതവും അധ്യാപകൻ KP ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. മരുന്ന് വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AIYF നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AIYF നേതാവ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് EK അജ്നാസ്, P ഹുസൈൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി.